ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാത്സ് ആയിരുന്നു. അതിൽ നമ്മൾ അടുത്ത ടോപ്പിക്കാണ് എന്ത്? ട്രിഗണോമെട്രി അല്ലേ. നമ്മൾ ട്രിഗണോമെട്രി ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിഗണോമെട്രിയിലേക്ക് കടക്കാം. അപ്പോൾ ഹെഡിങ് എന്താണ്? നമ്മുടെ ട്രിഗണോമെട്രി ആണ് അല്ലേ, ട്രിഗണോമെട്രി. ഓക്കെ, അപ്പം ട്രിഗണോമെട്രിയിൽ നമുക്ക് ഇത് കുറച്ച് അധികമുള്ളൊരു ടോപ്പിക്കാണ്. അധികം എന്ന് വെച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ട് എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിയിൽ നമ്മൾ ആദ്യം ആംഗിൾസ് എന്താണെന്ന് നോക്കാം. ആംഗിൾ അല്ലേ. അപ്പം ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇനീഷ്യൽ പോയിൻ്റിൽ നിന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആംഗിൾ അല്ല, ഒരു ഇത് അല്ലേ. അപ്പം ഒരു ഇനീഷ്യൽ പോയിൻ്റ് ഉണ്ടാവും, അവിടെ നിന്ന് നമ്മൾ എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ള സാധനം. അപ്പം ഇതാണ് നമ്മുടെ ഇനീഷ്യൽ റേ. ഓക്കെ, നമ്മൾ ഫൈനൽ റേ എന്നോ അല്ല ടെർമിനൽ റേ എന്നോ എന്തെങ്കിലും വിളിക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംഗിൾ എന്ന് വിളിക്കുന്നത്, ഈ ഒരു പോർഷൻ. ഓക്കെ, അപ്പം ആ ആംഗിൾ തന്നെ നമ്മൾക്ക് എന്താണ്? പോസിറ്റീവ് ആംഗിൾ, നെഗറ്റീവ് ആംഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഓക്കെ, പിന്നെ ഇത് ആംഗിൾസിൽ വരുന്നത് നമുക്ക് ആവശ്യമുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? റൈറ്റ് ആംഗിൾ എന്ന് പറയുന്ന സാധനം അല്ലേ. അപ്പോൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ ഒരു സർക്കിൾ വരക്കുവാണെങ്കിൽ ഇത് എ, ഇത് ബി അല്ലേ. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കുന്നത്, 90 ഡിഗ്രി. അത് കോമൺലി ഇങ്ങനെയല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. ഇനി അതേപോലെ ഇത് മൊത്തം, ഈ സർക്കിൾ മൊത്തം ഇങ്ങനെ ചുറ്റുവാണെങ്കിൽ നമ്മൾക്ക് അതിനെന്ത് വിളിക്കാം? എത്ര ആംഗിൾ കവർ ചെയ്യുന്ന വിളിക്കാം? 360 അല്ലേ. ഈ സർക്കിൾ ഇവിടെ വരെയാണ് കവർ ചെയ്യുന്നത്, എത്ര വിളിക്കാം? നമുക്കതിനെ 180. നമുക്ക് അറിയാവുന്നതാണല്ലോ, ബേസിക് കാര്യങ്ങളല്ലേ അല്ലേ. അപ്പോൾ 1 റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം സർക്കിളിൻ്റെ ക്വാർട്ടർ പാർട്ടാണ്. 1 റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 20 ഡിഗ്രീസാണ്. 9 ഡിഗ്രീസാണ്. ശരിയല്ലേ. പിന്നെ ഇനി അടുത്ത പോയിൻ്റ് തൊട്ടാണ് പഠിക്കുന്നത്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് എന്നുള്ളതാണ് ചോദ്യം. 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. അതുപോലെ 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെക്കൻഡ്സ് ആണെന്ന് ചോദിക്കും. എത്ര സെക്കൻഡ്സ് ആണ്? 20 സെക്കൻഡ് നമുക്കറിയാം. അപ്പം 1 മിനിറ്റിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, ഈക്വൽ ടു 60 സെക്കൻഡ്സ്. സെക്കൻഡ്സിനെ 2 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ക്ലിയർ. സർക്കുലർ സിസ്റ്റത്തിൽ ഈ മെഷർ ഓഫ് ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയൻ. ക്ലിയർ. എന്താണ് വിളിക്കുക? റേഡിയൻ എന്നാണ് വിളിക്കുക. അപ്പോൾ 1 റേഡിയൻ ഈസ് ദ ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത്ത് അല്ലേ. ഒരു ആർക്ക് ഓഫ് ലെങ്ത്ത് ഈക്വൽ ടു ദ റേഡിയസ്. ഈ ഇപ്പോൾ ഒരു സർക്കിൾ ഇതാണെങ്കിൽ ഇതാണ് നമ്മളെ റേഡിയസ്. ഈ മൊത്തം ഇവിടം വരെ, ഈ നടുക്ക് മുതൽ ഇവിടം വരെ. ഓക്കെ, അപ്പം ഇതൊരു ബി, പോയിൻ്റ് ബി. അപ്പോൾ ഇതാണ് നമ്മളെ റേഡിയസ്. ഇതിനെ റേഡിയസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതാണ് ഒരു റേഡിയൻ. ക്ലിയർ. ആ ലെങ്ത് ഓഫ് ദ ആർക്ക് എ ബി, ഈ ആർക്ക് എ ബി സബ്റ്റെൻഡ് ചെയ്യുന്ന ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ റേഡിയൻ എന്തിന്, ആ ലെങ്ത്ത് എന്തിന് ഈക്വലാണ്? ഈ ലെങ്ത്ത് എന്തിന് ഈക്വലാണ്? ഈ റേഡിയസിന് ഈക്വലാണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ. പിന്നെ 1 റേഡിയൻ ഡിനോട്ട് ചെയ്യുന്ന 1 സി എന്നും പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഈ 1 സി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്കറിയണം. ഈ 1 സി ഈക്വൽ ടു നമ്മളെ ആംഗിൾസിലേക്ക് മാറ്റുമ്പോൾ എത്രയാണെന്ന് അറിയണം. ഓക്കെ, അത് ഞാൻ ആദ്യം പറയാം. അതിന് മുന്നേ നമ്മൾ തീറ്റ, റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ എന്ന് അറിയണം. ഓക്കെ, റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രി അല്ലേ. അപ്പം 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി π/2c. ഓക്കെ, അപ്പോൾ π/2c എന്ന് പറഞ്ഞാലും 90 എന്ന് പറഞ്ഞാൽ സെയിം ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് πc എന്ന് പറഞ്ഞ സാധനം എത്രയാണ്? 180. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് വിൽ ബി 180/π ഡിഗ്രി. ഇതാണ് നമ്മൾ അറിയേണ്ട പോയിന്റ്. ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ 180/π ഡിഗ്രിയാണ്. ഇത് തിരിച്ചു എഴുതാം. എന്ത് എഴുതാം? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? π/180 റേഡിയൻ എന്ന് എഴുതാം. ക്ലിയർ. അപ്പം ഓർക്കുക, 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180/π ഡിഗ്രി ആണെന്ന് ഓർക്കുക. ക്ലിയർ അല്ലേ. അപ്പം π/4 റേഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ കൺവേർഷൻ നടത്തും? നമ്മൾക്കറിയാം 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180/π ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രിയിലാണ് ആൻസർ കിട്ടേണ്ടത്. നിങ്ങൾ എപ്പോഴും 180/π കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. എന്നിട്ട് ഈ വാല്യൂ ഇവിടെ എഴുതുക, എന്നിട്ട് ഇൻറ്റു 180/π എന്ന് എഴുതുക. π കട്ടാവും, ആൻസർ വിൽ ബി 45. ക്ലിയർ. അതുപോലെ π/2 ആണെങ്കിലോ
pi by 2 into 180 by pi. Your answer will be 90 degrees. അതുപോലെ 2 pi by 15 റേഡിയൻ ആണെങ്കിലോ 2 pi by 15 into 180 by pi. കട്ടാവും 15 ഇതിൽ കട്ടാവുന്ന എത്രയാണ് 3 അല്ലേ, അപ്പോൾ 2 അപ്പോൾ എത്ര കിട്ടും 24 ഡിഗ്രീസ്. ക്ലിയർ. അതുപോലെ പൈൻ്റെ വേറൊരു വാല്യൂ ഉണ്ട്, ചില സ്ഥലത്ത് ഈ വാല്യൂ അപ്ലൈ ചെയ്യുക. എന്താണ് ആ വാല്യൂ? പൈ ഈസ് ഈക്വൽ ടു 22/7. പൈ ഈസ് ഈക്വൽ എത്രയാണ് 22/7. ഓക്കെ. ഇനിയുള്ള 2-3 കാര്യങ്ങൾ നോക്കുക. 30 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യണം? റേഡിയനിലേക്ക് മാറ്റണം. 30 ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? പൈ ബൈ 180 കൊണ്ട് ചെയ്യണം. അപ്പോൾ 30 ഇൻറ്റു പൈ ബൈ 180, അപ്പോൾ അത്ര കിട്ടും പൈ ബൈ 6 റേഡിയൻ. ഇനി അതുപോലെ 300 ഡിഗ്രീനെയാണ് മാറ്റേണ്ടതെങ്കിലോ 300 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. സോ ആൻസർ വിൽ ബി 5 പൈ ബൈ 3 റേഡിയൻ. ശരിയല്ലേ? ഇതുപോലെ 540 ആണെങ്കിലോ 540 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. സോ ആൻസർ വിൽ ബി 3 പൈ റേഡിയൻ. ക്ലിയർ. ഇനി ഇതേപോലെ 40 ഡിഗ്രി 20 മിനിറ്റിനെയാണ് മാറ്റണമെങ്കിലോ ഡിഗ്രി ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണം, 2 കൂടി പ്ലസ് ചെയ്യണം. 40 + 20/60 ഡിഗ്രി എന്ന് എഴുതണം. കാരണം മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി അല്ല, അപ്പോൾ 20/60 ഡിഗ്രി എന്ന് എഴുതണം. അതായത് 40 1/3 ഡിഗ്രി അല്ലേ, അതായത് 121/3 ഡിഗ്രി. അപ്പോൾ അങ്ങനെ മാറ്റിയതും 121/3 ഇൻറ്റു പൈ ബൈ 180. സോ ആൻസർ വിൽ ബി 121 പൈ ബൈ 540 റേഡിയൻ. ക്ലിയർ. കാരണം ഡിഗ്രീന് നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പൈ ബൈ 180 കൊണ്ട് ചെയ്തത് അല്ലേ. ഇതുപോലെ തന്നെ ഒരു സാധനം നോക്കുവാണെങ്കിൽ 37 ഡിഗ്രി 30 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കിട്ടും? നേരത്തെ എഴുതിയ പോലെ 37 + 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 60 ഡിഗ്രി. അപ്പോൾ എത്ര കിട്ടും? 37.5 ഡിഗ്രി കിട്ടും അല്ലേ. 37.5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 75/2 ഇൻറ്റു എന്ത് ചെയ്യണം? പൈ ബൈ 180 ഡിഗ്രി ആക്കണം, റേഡിയനിലേക്ക് മാറ്റാം. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 5 പൈ ബൈ 24 റേഡിയൻ എന്ന് കിട്ടും ആൻസർ. ക്ലിയർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺവേർഷൻ നടത്തുന്നത്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ആ കൺവേർഷൻ്റെ 3 പറയുകയാണെങ്കിൽ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത്ര 60 മിനിറ്റ്, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത്ര 60 സെക്കൻഡ്. അതുപോലെ 20 ഡിഗ്രി 30 മിനിറ്റിന് എങ്ങനെ മാറ്റും? 20 + 30/60 എന്ന് എഴുതിയിട്ട് മാറ്റും ഡിഗ്രി അല്ലേ. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് മാറ്റും അല്ലേ. നെക്സ്റ്റ് 25 ഡിഗ്രി 15 മിനിറ്റ് 30 സെക്കൻഡ് ആണെങ്കിൽ അങ്ങനെ എഴുതും 25 + 15/60 + 30/60 ഇൻറ്റു 60, ഇത്രയും ഡിഗ്രി. ശരിയാണല്ലോ. ഇതാണ് ഒരു ബേസിക് കാര്യം, ഡിഗ്രിയും റേഡിയനും തമ്മിലുള്ള കൺവേർഷൻ. ക്ലിയർ. നെക്സ്റ്റ് വൺ ട്രിഗണോമെട്രിക് റേഡിയൻസ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഫോർ ആൻ എക്യൂട്ട് ആംഗിൾ. ഒരു എക്യൂട്ട് ആംഗിളിലെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസ്. ക്ലിയർ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പം ഒരു ട്രിഗണോമെട്രിക് റേഷ്യോയിൽ നമ്മൾ മെയിനായിട്ട് വരും ഒരു റൈറ്റ് ആംഗിൾ വരും. ഈ റൈറ്റ് ആംഗിൾ വെച്ചാണ് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇതിനെ നെയിം ചെയ്യുക. ഇത് സി, ഇത് ബി, ഇത് എ ആണെങ്കിൽ ഇവിടെയാണ് നമ്മളെ ആംഗിൾ തീറ്റ. ഓക്കെ. ഈ തീറ്റേനെ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ ഇത് ഏത് സൈഡാണ്? ഈ തീറ്റേൻ്റെ അഡ്ജസൻറ്റ് സൈഡാണിത്. ഈ തീറ്റേനെ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ ഈ സൈഡ് ഏതാ? ഇത് നമ്മുടെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് തീറ്റേൻ്റെ. ഇത് വിത്ത് റെസ്പെക്ട് ഇത് നോക്കുമ്പോൾ ഇത് നമ്മളെ ഹൈപ്പൊട്ടിന്യൂസ് ആണ്. ഓക്കെ. ഇതിനെ വിളിക്കുന്നവരാണ് ഹൈപ്പൊട്ടിന്യൂസ്. റൈറ്റ് ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിളാണ് എന്ത്? ഹൈപ്പൊട്ടിന്യൂസ്. ക്ലിയർ. അപ്പോൾ ഒരു ABC ട്രയാംഗിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് റൈറ്റ് ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഫറൻസ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ AC സൈഡ് ഹൈപ്പൊട്ടിന്യൂസ്, AB സൈഡ് ഓപ്പോസിറ്റ് സൈഡ്, BC സൈഡ് അഡ്ജസൻറ്റ് അല്ലേ. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് നമ്മൾ സൈൻ തീറ്റ എഴുതുമ്പോൾ എന്ത് വരും? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട്
ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ എന്ത് വരും? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ AB ഡിവൈഡഡ് ബൈ AC. അടുത്തത് കോസ് തീറ്റ എന്ന് പറഞ്ഞാലോ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അഡ്ജസൻറ്റ് ആരാ? BC ഡിവൈഡഡ് ബൈ AC. ദെൻ ടാൻ തീറ്റ എന്ന് പറഞ്ഞാലോ, ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. സോ ആൻസർ വിൽ ബി AB ബൈ BC. ദെൻ കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാലോ, കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മൂന്നെണ്ണം പഠിച്ചാൽ മതി. കൊസീക്ക് തീറ്റ ഒക്കെ നമ്മൾ വേറെ രീതിയിൽ പഠിച്ചാൽ മതി. എങ്ങനെ പഠിക്കണം? കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ തീറ്റ. അതുപോലെ സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് തീറ്റ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ ടാൻ തീറ്റ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവേഴ്സ് എടുത്താൽ മതി. എല്ലാം കൂടി പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ. കൊസീക്കൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ തീറ്റ, സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് തീറ്റ, കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ ടാൻ തീറ്റ. ഓക്കെ. അപ്പം നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ ത്രൂ നോക്കാം. ഇതാണ് നമ്മളെ എക്സാമ്പിൾ. ഇവിടെയാണ് നിങ്ങൾ ആംഗിൾ കേട്ടോ, ABC. ഈ ആംഗിൾ എവിടെയുള്ളത് നോക്കണം, അതിനനുസരിച്ച് വേണം എഴുതാൻ. ഓക്കെ. ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, മാറാം. ഓക്കെ. അപ്പം നമ്മളിതിനെ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്ന സാധനം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. ഇതാണ് ഹൈപ്പോട്ടിനസ്, റൈറ്റ് ആംഗിളാണിത് അല്ലേ, ഓപ്പോസിറ്റ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 3/5. കോസ് തീറ്റ എന്ന് പറഞ്ഞാലോ ഇറ്റ് വിൽ ബി അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ് 4/5. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 3/4. ദെൻ കൊസീക്കൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1 ബൈ സൈൻ തീറ്റയാണ് അല്ലേ. അപ്പോൾ ഇതിനെ നേരെ റിവേഴ്സ് ചെയ്ത് അപ്പോൾ 5/3. അല്ലെങ്കിൽ കോസ് തീറ്റ ആണെങ്കിലോ സീക്ക് തീറ്റ ആണെങ്കിലോ 1 ബൈ കോസ് തീറ്റയാണ്, നേരെ തിരിച്ച് ചെയ്താൽ 5/4. ഇനി അടുത്തത് കോട്ട് തീറ്റ ആണെങ്കിലോ 1 ബൈ ടാൻ തീറ്റ, അപ്പോൾ നേരെ തിരിച്ച് ചെയ്താൽ എത്ര കിട്ടും? 4/3 അല്ലേ. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. അപ്പോൾ അത് നമുക്ക് എഴുതാമല്ലോ. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തരുവാണ്. ഇഫ് സൈൻ തീറ്റ ഈക്വൽ ടു 5/13 വേർ തീറ്റ ഈസ് എക്യൂട്ട്. തീറ്റ എക്യൂട്ടാന്ന് പറയുന്നുണ്ട്. ഫൈൻഡ് കോസ് തീറ്റയും ടാൻ തീറ്റയും കാണാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു റൈറ്റ് ആംഗിൾ വരയ്ക്കുക, നമ്മൾ തന്നെ നെയിം ചെയ്യുക. ഓക്കെ. ഇവിടെയാണ് തീറ്റ എന്ന് അസ്യൂം ചെയ്യുക. ബാക്കി നമ്മൾ നോക്കാം. സൈൻ്റെ തന്നെ 5/13. ഈ 5 എന്ന് പറഞ്ഞാൽ ഈ തീറ്റേൻ്റെ എന്ത് സൈഡായിരിക്കും നോക്കുക, ഓപ്പോസിറ്റ് സൈഡാണ് ഇവിടെ വരയ്ക്കുക. ഇതെന്ത് സൈഡായിരിക്കും? ഹൈപ്പോട്ടിനസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വരയ്ക്കണം, ഇവിടെ വരയ്ക്കണം 13. ഇനി നമ്മൾ ഏത് സൈഡ് കണ്ടുപിടിക്കണം? ഈ BC കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, നമ്മൾ 2 സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? ഹൈപ്പോട്ടിനസ് കിട്ടും. അപ്പോൾ ഹൈപ്പോട്ടിനസ് പൈത്തഗോറസ് തിയറം വരെ എന്ത് കിട്ടും? റൂട്ട് ഓഫ് ഹൈപ്പോട്ടിനസ് സ്ക്വയർ മൈനസ് 1 സൈഡ് സ്ക്വയർ. സോ റൂട്ട് ഓഫ് 12 സ്ക്വയർ. ആൻസർ എത്രയായിരിക്കും? 12. ക്ലിയർ? ഇനി നമുക്ക് കോസ് തീറ്റ കിട്ടും. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. അഡ്ജസൻറ്റ് ആരാ? 12 ബൈ ഹൈപ്പോട്ടിനസ് ആരാ? 15 അല്ല 15 അല്ല, സോറി 13 അല്ലേ. ദെൻ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് ആരാ? 5 ബൈ അഡ്ജസൻറ്റ് ആരാ? 12. ക്ലിയർ? ഇങ്ങനെ വേണം നമ്മൾ ഈ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ. ഇത് ഏത് തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ടാൻ ബിയോ കോസ് ബി എന്ത് തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഇത് തരാം, എന്നിട്ട് നമ്മൾ എല്ലാ റേഷ്യോകളും എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫൗണ്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കോട്ട് C = 7/24 തന്നു എന്ന് വിചാരിക്കും. നിങ്ങളൊന്ന് എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോകളും കണ്ടുപിടിച്ച് നോക്കൂ. അപ്പോൾ എന്താ വരിക? കോട്ട് C 7/24 ആണ്. അപ്പോൾ കോട്ട് C 7/24 ഇത് തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഇത് 7ഉം കോട്ട് C ആണ്. കോട്ട് C എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ടാൻ തീറ്റ 1 ബൈ ടാൻ തീറ്റയാണ്. ശരിയല്ലേ? അപ്പം 1 ബൈ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എത്ര വരും? ഇറ്റ് വിൽ ബി 7/24. അല്ലെങ്കിൽ ഇതിൻ്റെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിന് നേരെ റിവേഴ്സ്. അപ്പോൾ 24/7. അപ്പോൾ തീറ്റേൻ്റെ ഓപ്പോസിറ്റ് 24ഉം അഡ്ജസൻറ്റ് 7ഉമാണ്. ഈ ഹൈപ്പോട്ടിനസ് കാണണം. ഹൈപ്പോട്ടിനസ് എത്ര വരുന്നത്? 25 ആണ് വരിക. ഓക്കെ. ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഓരോ ആംഗിളുകളും കാണാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ നമുക്ക് പറ്റാവുന്ന സ്റ്റാൻഡേർഡ്സിലേക്ക് മാറ്റുക, എന്നിട്ട് എന്ത് ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പം ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റികൾ നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ പറഞ്ഞു,
കോസ് തീറ്റ പറഞ്ഞു, സീക്ക് തീറ്റ പറഞ്ഞു, കോട്ട് തീറ്റ പറഞ്ഞു, ടാൻ തീറ്റ, കോട്ട് തീറ്റ എല്ലാം പറഞ്ഞു അല്ലേ. ഇനി 2-3 റിലേഷനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് എഴുതി വെച്ചോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണ്? 1. അടുത്തത് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എത്രയാണെന്ന് ചോദിക്കും, 1. പിന്നെ കൊസീക്കൻ സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ അതും 1. അപ്പോൾ 1 3 ആൻസറുകൾ പഠിക്കുക. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1, സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1, കൊസീക്കൻ സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ 1. സ്ഥിരമായിട്ട് എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു 3 ഇക്വേഷനുകളാണ് സ്ഥിരമായിട്ട്. ഇതൊക്കെ നമ്മൾ പൈതഗോറസ് റിലേഷൻ വെച്ച് തന്നെയാണ് എല്ലാ സാധനങ്ങളും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഫോർമുലകൾ ഇങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ എല്ലാത്തിൻ്റെ ആൻസർ 1 പഠിക്കുക, എന്നിട്ട് ഏതൊക്കെയാണ് മൈനസ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. ക്ലിയർ? അപ്പം ചെറിയൊരു പ്രോബ്ലം എഴുതാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. 1 + cos A × 1 - cos A എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ A + B × A - B എന്നുള്ള റിലേഷൻ. അപ്പോൾ എന്താണ്? A² - B², അതായത് 1 - cos square A അല്ലേ. 1 - cos square A എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെച്ച് 1 - cos square A എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി sin square A. നമ്മൾ ഈ റിലേഷൻ വെച്ച് അപ്ലൈ ചെയ്തു, ശരിയല്ലേ. അടുത്തത് sin A × cot A എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ sin A അങ്ങനെ തന്നെ എഴുതുക, cot A മാറ്റുക. cot A എന്ന് പറഞ്ഞാൽ എന്താ? cos A / sin A ആണ്. സോ സൈനും കട്ടാവും, ആൻസർ വിൽ ബി cos A. ക്ലിയർ? അതേപോലെ അടുത്ത ചോദ്യം sin A sec A, sin A sec cot A എന്താണ്? sin A × sec എന്ന് പറഞ്ഞാൽ എന്താ? sec എന്ന് പറഞ്ഞാൽ 1/cos അല്ലേ. cot എന്ന് പറഞ്ഞാലോ cos / sin. സോ സൈനും കട്ടായി, കോസും കട്ടായി, ആൻസർ 1. ക്ലിയർ? അടുത്തത് tan x + cot x = എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്ഷനുകളൊക്കെ ഉണ്ടാകും, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്ലിക്കേഷൻ ഫോമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരാം കേട്ടോ. tan x എന്ന് പറഞ്ഞാൽ എന്താണ്? sin x / cos x പ്ലസ് cot x എന്ന് പറഞ്ഞാൽ എന്താ മാറ്റി തരണം? cos x / sin x. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു sin square x പ്ലസ് cos square x, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ കിട്ടും sin square x പ്ലസ് cos square x ഡിവൈഡഡ് ബൈ cos x × sin x. ശരിയല്ലേ? അപ്പോൾ sin square പ്ലസ് x പ്ലസ് cos square x എന്ന് വെച്ചാൽ 1 ഡിവൈഡഡ് ബൈ sin x × cos x. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ 1/sin x × 1/cos x ആണ് ഇതിൻ്റെ ആൻസർ. ശരിയല്ലേ? ഇത് നമുക്കിങ്ങനെ എഴുതാമല്ലോ. 1/sin x എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് വിൽ ബി cosecant x, 1/cos x എന്ന് പറഞ്ഞാൽ sec x. സോ ഇതിൻ്റെ ആൻസർ വിൽ ബി cosecant x × sec x. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ പ്രോബ്ലത്തിനും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി ഒരെണ്ണം കൂടി നിങ്ങൾക്ക് തരാം. cos A × tan A × cosecant A. അപ്പോൾ cos A അങ്ങനെ തന്നെ എഴുതാം, tan A sin A/cos A എന്ന് എഴുതാം, cosecant A എന്ന് പറഞ്ഞാൽ 1/cos A എന്ന് എഴുതാം. ഇത് കട്ടായപ്പോൾ ആൻസർ വിൽ ബി 1. ക്ലിയർ? അപ്പം ഐഡൻറ്റിറ്റികളും കാര്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇത്. ക്ലിയർ? ഇനി ഈ ഐഡൻറ്റിറ്റികൾ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലത്തിന് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഇഫ് sin θ = 4/5, ഓക്കെ, sin θ = 4/5 ആണെങ്കിൽ നമ്മുടെ നേരത്തെ 3 ഐഡൻറ്റിറ്റി തന്നല്ലോ, ആ ഐഡൻറ്റിറ്റി കറക്റ്റ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ sin θ = 4/5 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫിഗർ വരയ്ക്കുക. ഇത് തീറ്റ എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അഡ്ജസൻ്റ് 3 അല്ലേ. ഫസ്റ്റ് ഐഡൻറ്റിറ്റി എന്താണ്? sin square θ പ്ലസ് cos square θ എത്രയാണ്? 1. നോക്കാം, 4² / 5² പ്ലസ് cos θ എന്ന് പറഞ്ഞത് അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ എത്ര വരും? 3² / 5² = 4² എന്ന് വെച്ചാൽ 16, 3² 9 ഡിവൈഡ് ബൈ 25. സോ ആൻസർ വിൽ ബി 25/25 = 1. ശരിയല്ലേ? അടുത്തത് നമ്മുടെ കയ്യിലുള്ള ഐഡൻറ്റിറ്റി ഏതായിരുന്നു? ഓക്കെ, അപ്പം നെക്സ്റ്റ് ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ sec² θ മൈനസ് tan square θ = 1 അല്ലേ. അപ്പോൾ നമ്മൾക്കറിയാം sin θയും cos θയും നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. sin θ 4/5, അതുപോലെ cos θ എന്ന് പറഞ്ഞാൽ എന്താണ്? 3/5. അപ്പോൾ sec² θ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ sec θ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? sec θ എന്ന് പറഞ്ഞാൽ 1/cos θ, അതായത് 5/3 അല്ലേ. അതുപോലെ tan θ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും?
യു വിൽ ബി ഗെറ്റിംഗ് ടാൻ തീറ്റ ആസ് 4/3 അല്ലേ. അപ്പം കോട്ട് തീറ്റയും കിട്ടും എത്ര 3/4. കൊസീക്കൻ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/sin തീറ്റ. അപ്പോൾ എത്രയാണ് 5/4. ക്ലിയർ. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. c² തീറ്റ എന്ന് വെച്ചാൽ 5/3 ദ ഹോൾ സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4/3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ എത്ര കിട്ടും 25 - 16/9. 25/16 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9/9 1 ആണ്. പ്രൂവ് ചെയ്തു അല്ലേ. അടുത്തത് പ്രൂവ് ചെയ്യാനുള്ള ഏതാണ് cosec² തീറ്റ മൈനസ് cot² തീറ്റ ഈക്വൽ ടു 1 എന്നാണ് അറിയേണ്ടത്. അപ്പോൾ cosec² തീറ്റ എന്ന് പറഞ്ഞാൽ 5² മൈനസ് cot തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ് 3² സോ ആൻസർ വിൽ ബി 25 - 9 divided by 16. അപ്പോൾ 16/16 യുവർ ആൻസർ വിൽ ബി 1. അഗെയിൻ പ്രൂവ്ഡ്. ക്ലിയർ. അപ്പോൾ ഇങ്ങനത്തെ റിലേഷനുകൾ പക്കയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ജസ്റ്റ് ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ടാൻ തീറ്റ ഈക്വൽ ടു 2 ഫൈൻഡ് സൈൻ തീറ്റ. സൈൻ തീറ്റ കാണാൻ ക്വസ്റ്റ്യൻ ടാൻ തീറ്റ 2 എന്ന് തന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് അറിയാവുന്ന റിലേഷൻ ആദ്യം എഴുതി വയ്ക്കുക. എന്താണ് sec² തീറ്റ മൈനസ് ടാൻ² തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാം 1 എന്നറിയാം അല്ലേ. നമ്മൾ ജസ്റ്റ് മാറ്റി എഴുതുക. sec² തീറ്റ പ്ലസ് 1 ഈക്വൽ ടു ടാൻ² തീറ്റ എന്ന് എഴുതുക. ടാൻ² തീറ്റ എടുക്കുമ്പോൾ 4. അപ്പോൾ sec² തീറ്റ പ്ലസ് 1. അപ്പോൾ sec² തീറ്റ എന്താണെന്ന് അറിയാം നമുക്ക്. sec² തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്. അപ്പോൾ sec² തീറ്റ പ്ലസ് 1 അല്ലേ. sec² തീറ്റ മൈനസ് 1 ആണ് ടാൻ² തീറ്റ അല്ലേ, -1. അപ്പോൾ sec² തീറ്റ എത്രയാണ് 5 അല്ലേ. അപ്പോൾ sec തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര അറിയാം √5. sec തീറ്റ പറഞ്ഞാൽ cos തീറ്റ അറിയാം. cos തീറ്റ എന്ന് പറഞ്ഞാൽ 1/sec തീറ്റയാണ്. അപ്പോൾ cos തീറ്റ എത്ര വരും 1/√5. ഇതാ നമുക്ക് സൈൻ തീറ്റയിലേക്ക് എത്താനുള്ള വഴിയായി അല്ലേ. ഇതെന്താ റിലേഷൻ sin² തീറ്റ പ്ലസ് cos² തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് sin² തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും sin² തീറ്റ എന്ന് പറഞ്ഞാൽ cos² 1 മൈനസ് cos² തീറ്റ. അപ്പോൾ 1 മൈനസ് 1/√5. ക്ലിയർ. അതിൻ്റെ അകത്ത് സൈൻ തീറ്റ മാത്രം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി √1 മൈനസ് 1/5 ചെയ്താൽ മതി അല്ലേ. cos² തീറ്റ ഉണ്ട്. അപ്പോൾ 1/√5 ദ ഹോൾ സ്ക്വയർ അത് 1/5. അപ്പോൾ √1 മൈനസ് 1/5 സോ ആൻസർ വിൽ ബി √4/5 ദാറ്റ് ഈസ് 2/√5. ക്ലിയർ. അപ്പോൾ ഏതാണോ റിലേഷൻ നമ്മുടെ കയ്യിലുള്ളത് ആ റിലേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ട്രിഗണോമെട്രിയിൽ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ റിലേഷൻസൊക്കെ കയ്യിൽ വേണം. എന്നിട്ട് നമ്മൾ ആ റിലേഷനിലേക്ക് എത്തുക, എങ്ങനെയെങ്കിലും ഒരു വഴിയിലൂടെ എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ. അപ്പം ഇനി ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഉള്ളത് കൊസീക്കൻ തീറ്റ ഡിവൈഡഡ് ബൈ കൊസീക്കൻ തീറ്റ മൈനസ് 1 പ്ലസ് കൊസീക്കൻ തീറ്റ ഡിവൈഡഡ് ബൈ കൊസീക്കൻ തീറ്റ പ്ലസ് 1. ക്ലിയർ. ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇങ്ങനത്തെ ഒക്കെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്താണെന്നായിരിക്കും ചോദിക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം കിട്ടിയാൽ ഫസ്റ്റ് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ കൊസീക്കൻ തീറ്റ ഇൻറ്റു കൊസീക്കൻ തീറ്റ പ്ലസ് 1 പ്ലസ് കൊസീക്കൻ തീറ്റ ഇൻറ്റു കൊസീക്കൻ തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ കൊസീക്കൻ തീറ്റ പ്ലസ് 1 ഇൻറ്റു കൊസീക്കൻ തീറ്റ മൈനസ് 1. സോ ആൻസർ വിൽ ബി കൊസീക്കൻ സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക് തീറ്റ പ്ലസ് കൊസീക്കൻ സ്ക്വയർ തീറ്റ മൈനസ് കൊസീക്കൻ തീറ്റ ഡിവൈഡഡ് ബൈ കൊസീക്കൻ സ്ക്വയർ തീറ്റ മൈനസ് 1. ഇത് നമുക്ക് അറിയാലോ എന്തായിരുന്നു റിലേഷൻ. കൊസീക്കൻ സ്ക്വയർ തീറ്റ മൈനസ് cot² തീറ്റ എത്രയാണ് 1 ആണ്. അപ്പോൾ കൊസീക്കൻ സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് cot² തീറ്റ അല്ലേ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം cot² തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ മേളിൽ നോക്കുമ്പോൾ കൊസീക്കൻ തീറ്റ ഇതൊന്ന് ക്യാൻസൽ ആവും അല്ലേ, രണ്ടെണ്ണം മൈനസ് അല്ലായിരുന്നു. അപ്പോൾ 2 കൊസീക്കൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ cot² തീറ്റ എന്ന് വരും. അപ്പോൾ കൊസീക്കൻ സ്ക്വയർ തീറ്റനെ മാറ്റി എഴുതുക എന്ത് എഴുതുക 1/sin² തീറ്റ എന്ന് എഴുതുക. cot² തീറ്റനെ മാറ്റി എഴുതുക എന്താണ് cos² തീറ്റ ഡിവൈഡഡ് ബൈ sin² തീറ്റ എന്ന് എഴുതുക. അപ്പം ഈ sin² തീറ്റയും sin² തീറ്റയും കട്ടാവും. your ആൻസർ വിൽ ബി 2/cos² തീറ്റ അല്ലെങ്കിൽ 2sec² തീറ്റ. ക്ലിയർ. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ. ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടിയാൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫാക്ടേഴ്സിലേക്ക് മാറ്റിക്കുകയാണ് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി എന്ത് ചെയ്യാറുണ്ട് ആൻസർ കിട്ടാറുണ്ട്. ഓക്കെ. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ എൻ്റെ ആൻസർ പറഞ്ഞുതരാം. √1 + sin A ഡിവൈഡഡ് ബൈ 1 - sin A.
ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് CK + tan A ആണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതിലേക്ക് എത്തിച്ചോളൂ. ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ ഏതാണോ ഉള്ളത് അതിൻ്റെ നേരെ കോൺജുഗേറ്റ് എടുക്കുക. അപ്പോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? √1 - sin A ആണ്. അപ്പോൾ ഇവിടെ എന്തെടുക്കണം? 1 + sin A കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ആകുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ പ്ലസ് മൈനസ് ഒന്നുമില്ല. ഇവിടെ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. 1 + sin A കൊണ്ടും ഇവിടെയും 1 + sin A കൊണ്ട് എന്ത് ചെയ്യുക? അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ റൂട്ട് കട്ടാവും. അപ്പോൾ 1 + sin A / √1 - sin² A എന്ന് വരും. 1 - sin² A എന്ന് പറഞ്ഞാൽ cos A എന്ന് വരും. √ അല്ലേ? അപ്പോൾ 1 + sin A / cos A എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് 1 + sin A / cos A എന്ന് എഴുതുന്ന അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അത് ഇതും ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. cos A / 1 - tan A + sin A / 1 - cot A. ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഇതിൻ്റെ ആൻസറാണ് sin A + cos A. ഓക്കെ, ഇതൊക്കെ പ്രൂവ് ചെയ്ത് ചെയ്യണമെന്നില്ല. നമ്മൾ ഒബ്ജക്റ്റീവ് പരീക്ഷ ആയതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ആംഗിളിലൊക്കെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിൾ ഇതിൽ പുട്ട് ചെയ്യുക. എന്നിട്ട് ഈ വാല്യൂയിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ ഇത് രണ്ടും ഒരേ സമയത്ത് ഇക്വേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പുട്ട് ചെയ്ത് അതേ സാധനം തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഏത് പ്രോബ്ലം തന്നാലും ട്രിഗ്നോമെട്രി തന്നാലും നിങ്ങളൊരു ആംഗിൾസ് വെച്ച് ചെയ്യുക. ഓക്കെ, ഒരു 30 ഒരു 60 ഒക്കെ എടുത്ത് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് രണ്ട് സൈഡും ന്യൂമറേറ്റർ സൈഡ്, ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇക്വേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെ തന്നെ പ്രൂവ് ചെയ്ത് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ്സ് വെച്ച് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പാണ് നമ്മളുടെ ആംഗിൾസ് ഉള്ള പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ആംഗിൾസ് തന്നുകൊണ്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് റേഷ്യോകളാണ് പഠിക്കുന്നത് അല്ലേ? ഒരു ടേബിൾ ഉണ്ട്, ട്രിഗണോമെട്രിക് റേഷ്യോൻ്റെ ഒരു ടേബിൾ. ആ ടേബിൾ നമ്മൾ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ടേബിൾ ഇതാണ്. നമ്മൾ 3 എണ്ണമാണ് കാര്യമായിട്ട് നമുക്ക് അറിയാനുള്ളത്. ഓക്കെ, 1 2 3. പിന്നെ ഒരു 5 ആംഗിളുകളുണ്ട്. 1 2. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ തീറ്റ, ഇത് നമ്മളെ ട്രിഗണോമെട്രിക് ഫങ്ഷൻ. ഓക്കെ, നമ്മളെ മെയിൻ ട്രിഗണോമെട്രിക് ഫങ്ഷൻ സൈന്, കോസ്, ടാൻ. ഓക്കെ, ഇവിടെ 0 കാണണം, 30 കാണണം, 45 കാണണം, 60 കാണണം, 90 കാണണം. ഇതാണ് നമ്മളെ എയിം. ഓക്കെ, അപ്പോൾ സൈൻ 0 ഈ വാല്യൂസ് പഠിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0, സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2, സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2. ഇത് 45 ആണ്. ഓക്കെ, സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2, സൈൻ 90 എന്ന് പറഞ്ഞാൽ 1, കോസ് 0 എന്ന് പറഞ്ഞാൽ 1, കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2, കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2, കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2, കോസ് 90 എന്ന് പറഞ്ഞാൽ 0. ഇത് രണ്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മനസ്സിലാവും. നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 0 അല്ലേ? അത് നോക്കൂ അല്ലേ? ഇവിടെ 1/2 ആണെങ്കിൽ ഇവിടെ √3/2, ഇവിടെ √3/2 ആകുമ്പോൾ ഇവിടെ 1/2. 45ന് മാറ്റമൊന്നുമില്ല. ക്ലിയർ? ടാൻ്റെ മാത്രമേ പഠിക്കാനുള്ളൂ. ടാൻ്റെ ഫസ്റ്റ് ടാൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുപോലെ ടാൻ 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ടാൻ 0 0 ആണ്. അതുപോലെ ടാൻ 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, പിന്നെ ഇത് രണ്ടേ പഠിക്കാനുള്ളൂ. ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3, ടാൻ 60 √3. അപ്പോൾ ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3, ടാൻ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? √3 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസാണ് അടുത്തൊരു കാറ്റഗറി. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്നൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് ഇത്. cos 45 × cos 60 മൈനസ് സൈൻ 45 × സൈൻ 60. ചെയ്ത് നോക്കാം. cos 45 എന്ന് പറഞ്ഞാൽ 1/√2, cos 60 എന്ന് പറഞ്ഞാൽ 1/2 മൈനസ് സൈൻ 45 എന്ന് 1/√2, സൈൻ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3/2. ശരിയല്ല? അപ്പോൾ ആൻസർ എത്രയാണ്? ഡിനോമിനേറ്ററിലെല്ലാം 2√2 ആണ്, മുകളിൽ 1 - √3. സോ ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ? നമ്മൾ ഫോർമുലാസ് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത്
അടുത്തത് ഒരു ചെറിയൊരു ഫോർമുലയാണ്, എക്സ്ട്രാ ഒരു ഫോർമുല നിങ്ങൾ പഠിക്കേണ്ടതാണ്, അടുത്ത ക്ലാസ്സിൽ എടുക്കുമെന്നാൽ ഇപ്പോഴേ പഠിച്ചു വെച്ചോ. ടാൻ തീറ്റ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുവാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആംഗിൾ പുട്ട് ചെയ്ത് വെരിഫൈ ചെയ്യുവാണ്. ഓക്കെ, തീറ്റ 30 കൊടുക്കുക, എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് തീറ്റ ഏത് വേണമെങ്കിലും വാല്യൂ പുട്ട് ചെയ്തിട്ട് നമുക്കിത് രണ്ട് സൈഡും ഈക്വൽ ആവുന്നുണ്ടെന്ന് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ തരുള്ളൂ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ തരുള്ളൂ. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇത് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, എന്തെങ്കിലും ഒരു ആംഗിൾ എടുത്ത് ഇവിടെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഈ റൈറ്റ് സൈഡിലും വരുന്നുണ്ടെങ്കിൽ അതാണ് ആൻസർ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ചെയ്യാൻ പോണേ. തീറ്റയ്ക്കുള്ള 30 പുട്ട് ചെയ്യുവാണ്. അപ്പോൾ എന്ത് വരും, ടാൻ 2 × 30, അതായത് ടാൻ 60 അല്ലേ. അപ്പോൾ ടാൻ 60 ആണ് നമുക്ക് കിട്ടേണ്ടത് അൾട്ടിമേറ്റ്. അതായത് ടാൻ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 ടാൻ 30 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ 30. 2 ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 the whole square. So answer will be 2/√3 divided by 1 minus 1/3. So it will be 2/√3 divided by 2/3. Okay, but 2/√3 into 3/2. So 2 into കട്ടായി 3/√3 എന്ന് പറഞ്ഞാൽ 3നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? √3 into √3 divided by √3. √3 കട്ടായി your answer will be √3. ക്ലിയർ? അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതും പ്രൂവ്ഡായി, ഇതാ ഇവിടെ ഇതും പ്രൂവ്ഡായി. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഏത് പ്രോബ്ലത്തിലും അപ്ലൈ ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ പുട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ഏത് പ്രോബ്ലത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം. കൊസീക്കൻ സ്ക്വയർ 45 ഇൻറ്റു കോസ് സ്ക്വയർ 60 ഇൻറ്റു സീക്ക് സ്ക്വയർ 30. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കൊസീക്കനൊക്കെ വന്നാൽ അപ്പോൾ തന്നെ മാറ്റിക്കോ, അപ്പോൾ നമുക്ക് ആ വാല്യൂ അല്ലേ അറിയാം. അപ്പോൾ 1/sin square 40, cos square 60 നമുക്ക് പ്രശ്നമല്ല. sec square 30 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, 1 + cos square 30 എന്ന് എഴുതുക അല്ലേ. അപ്പോൾ 1/sin 45 എന്ന് പറഞ്ഞാൽ 1/√2 the whole square ഇൻറ്റു cos 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/2 the whole square ഇൻറ്റു 1/cos 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്, cos 30 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി √3/2. അപ്പോൾ √3/2 the whole square അല്ലേ. അപ്പോൾ ഈ റൂട്ടിൻ്റെ മുകളിൽ പോകുമ്പോൾ 2 ഇൻറ്റു 1/4 ഇൻറ്റു 4/√3 the whole square 3. ഇത് കട്ടാവും. ഒരു ആൻസർ വിൽ ബി 2/3. ക്ലിയർ? അപ്പം ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, സിമിലർലി ടാൻ വെച്ചൊരു പ്രോബ്ലം. 4 ടാൻ സ്ക്വയർ 60 മൈനസ് 3 ടാൻ സ്ക്വയർ 30 പ്ലസ് ടാൻ സ്ക്വയർ 45. അപ്പോൾ ടാൻ 60 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √3 the whole square മൈനസ് 3 ഇൻറ്റു ടാൻ 30 എന്ന് വെച്ചാൽ 1/√3 the square പ്ലസ് ടാൻ സ്ക്വയർ 45 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 4 ഇൻറ്റു 3 മൈനസ് 3 ഇൻറ്റു 1/√3 whole square 1/3 പ്ലസ് 1. അപ്പോൾ 4 × 3 12 മൈനസ് 1 പ്ലസ് 1. -1 + 1 കട്ടാവും. ആൻസർ വിൽ ബി 12. ക്ലിയർ? അപ്പോൾ നമുക്കൊരു പ്രോബ്ലംസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം. ഇനി അതുപോലെ ചിലപ്പോൾ ഇതിൽ തരും, പൈയിൽ തരാം. ഓക്കെ, അപ്പോൾ sin ക്യൂബ് π/3 ഇൻറ്റു cos സ്ക്വയർ π/4 ഇൻറ്റു ടാൻ π/6 എന്ന് തരാം. അപ്പോൾ π/3 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്, π/3 നമ്മൾ ഡിഗ്രിയിലേക്ക് എങ്ങനെ മാത്രം ഇൻറ്റു 180/π ചെയ്താൽ പോരെ. അപ്പോൾ ആൻസർ എത്രയാണ്, 60. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് sin ക്യൂബ് 60 ഇൻറ്റു cos സ്ക്വയർ π/4 എന്ന് പറഞ്ഞാൽ cos 45 ആണ്. ടാൻ π/6 എന്ന് പറഞ്ഞാൽ ടാൻ 30 ആണ്. ഇവർ ഉദ്ദേശിക്കുന്ന പ്രോബ്ലം ഇതാണ് അല്ലേ. അപ്പോൾ sin 60 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, √3/2 ക്യൂബ് കാണാം. പിന്നെ cos 40 എന്ന് പറഞ്ഞാൽ 1/√2 സ്ക്വയർ. ടാൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/√3 അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, √3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3√3/8 ഇൻറ്റു 1/2 ഇൻറ്റു 1/√3. അപ്പോൾ √3 കട്ടായി ബാക്കി വരുന്ന സാധനം ഏതാ, 3/16. ക്ലിയർ? ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതും എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം തരാം, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക. ടാൻ 60 മൈനസ് ടാൻ 45 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ 60 ഇൻറ്റു ടാൻ 45. നിങ്ങൾ ചെയ്ത് വയ്ക്കുക. ആൻസർ 2 - √3 ആണ്.
ഓക്കെ, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് എത്രയാണ്? 2 - √3. ഓക്കെ, ഇത് ആക്ച്വലി ഇത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് വരിക √3 - 1 / 1 + √3 എന്ന് പറയാം. അപ്പോൾ ഇവിടെ വന്ന് സ്റ്റക്ക് ചെയ്ത് നിൽക്കരുത്, കാരണം ഈ വാല്യൂ ആൻസറിൽ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? √3 - 1 / √3 + 1 എന്നല്ല ഉള്ളത്. അപ്പോൾ ഇതിന് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ഇത് √3 - 1 ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻറ്റു √3 - 1. ഇനി ഇത് സ്ക്വയർ ചെയ്യുക, ഇത് താഴെ ചെയ്യാം. ബാക്കി ഇനി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ലാസ്റ്റ് ആൻസർ വിൽ ബി 2 - √3. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനത്തെ ടൈപ്സ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഇതിൻ്റെ റിലേറ്റഡ് ആംഗിളും അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫോർമുല, കൊസൈൻ ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ വി വിൽ ബി സീയിങ് ഇൻ യുവർ നെക്സ്റ്റ് ക്ലാസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.